നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ഗിരി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുകുന്ദനും കൂട്ടരും ഇങ്ങനെ എത്താറായി, എന്നിട്ടും അവനെ കാണാനില്ല. മുകുന്ദനും കൂട്ടരും വരുമ്പോ അവരെ സ്വീകരിക്കാൻ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഗിരി ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അവൻ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചിലപ്പോ ചടങ്ങിന് വേണ്ട എന്തെങ്കിലും വാങ്ങാൻ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന് വിളിച്ചാ ഫോൺ എടുത്തൂടെ? എന്താമ്മ? നിന്നെ ഗിരി വിളിച്ചായിരുന്നു മോളെ? ഇല്ലമ്മ. എന്തെങ്കിലും കാരണം കൊണ്ട് വരാൻ വൈകുകയാണെങ്കിൽ അതൊന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ കാണിക്കണ്ടേ? ആരെങ്കിലും അവൻ എവിടെയാണെന്ന് ചോദിച്ചാ എന്ത് പറയണോന്ന് എനിക്കറിയില്ല. അവരെത്തിന്ന് തോന്നുന്നു. ഇനി ഗിരിയേട്ടൻ വരാതിരിക്കോ ചേച്ചി? ഏയ്, ചടങ്ങുകൾ തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. അപ്പോഴേക്കും ഗിരിയേട്ടൻ എത്തുമായിരിക്കും. അങ്ങനൊരു പ്രതീക്ഷയെ നിങ്ങൾ വെച്ച് പുലർത്തണ്ട. ഗിരിയേട്ടന് അത്രയ്ക്ക് മനസ്സ് വിഷമിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മുകുന്ദനെ കാണുമ്പോ അവൻ ചെയ്ത വഞ്ചന മാത്രമേ ഗിരിയേട്ടന് ഓർമ്മ വരൂ. ഇനി എങ്ങാനും ഗിരിയേട്ടൻ വന്നാ തന്നെ ഇവിടെ നല്ല അസലൊരു അടി നടക്കും. നിനക്ക് എങ്ങനെയാ സ്വപ്നെ ഇത്ര സന്തോഷിക്കാൻ കഴിയുന്നേ? ഗിരിയേട്ടനെയും മുകുന്ദനെയും തമ്മിൽ വഴക്കുണ്ടാക്കിച്ചിട്ട് നീ എന്താ നേടിയത്? അവര് തമ്മിൽ വർഷങ്ങളായിട്ടുണ്ടായ ബന്ധമാ നീ കാരണം തകരാൻ പോകുന്നു. ഞാനായിട്ട് ഗിരിയേട്ടനൊന്നും അറിയിച്ചതല്ലല്ലോ. മുകുന്ദന്റെ വായിന്ന് തന്നെയല്ലേ സത്യം മുഴുവൻ വീണത്. പിന്നെന്തിനാ എന്നെ കുറ്റം പറയുന്നേ? വക്കീല് നിന്നെ ചതിച്ചുന്ന് നുണ പറഞ്ഞ് ഇരുവേറ്റ് നീയല്ലേ? നീ നടന്നത് സത്യസന്ധമായി പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്ര വഷളാവില്ലായിരുന്നു. ഞാൻ എന്ത് പറയണോന്ന്? സഞ്ജുവിനെ പ്രേമിക്കാൻ ഞാൻ മുകുന്ദനെ ഒഴിവാക്കിയെന്നോ? അങ്ങനെ പറഞ്ഞ ഗിരിയേട്ടൻ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ സ്വന്തം കാര്യം പ്രശ്നത്തിലാക്കി അവനെ സഹായിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ ഉള്ളത് പറയാലോ, നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയതിനു ശേഷം മുകുന്ദൻ എന്റെ മുമ്പിൽ ഒരുപാട് നെഗളിച്ചിട്ടുണ്ട്. എനിക്ക് പകരം നിന്നെ കിട്ടിയത് അവന്റെ ഭാഗ്യമാണെന്ന് വരെ പറഞ്ഞു നടന്നു. അപ്പൊ പിന്നെ ഈ കല്യാണം പൊളിയുന്നത് കാണുമ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതിനെ കല്യാണം പൊളിയുന്ന നിന്നോട് ആരാ പറഞ്ഞത്? ഇതേ എന്റെ അനിയത്തിയുടെ കല്യാണോ. എന്തൊക്കെ തടസ്സങ്ങൾ സംഭവിച്ചാലും ഇത് നടത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഈ കല്യാണത്തിന് എന്തെങ്കിലും തരത്തിൽ നീ തടസ്സം ഉണ്ടാക്കിയ നീ വിവരം അറിയും. കല്യാണത്തിന് തടസ്സമായിട്ട് വരുന്നത് ഗിരിയേട്ടനാണെങ്കിലോ? ഗിരിയേട്ടനെ നീ കൈകാര്യം ചെയ്യോ? ഉത്തരം തന്നിട്ട് പോടി. ബാനു, എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചത്? ഞങ്ങള് താമസിച്ചൊന്നുമില്ല, നിങ്ങളാ നേരത്തെ എത്തിയത്. ഗിരി എവിടെ? ശരിക്കും ഞങ്ങളെ സ്വീകരിക്കാൻ വരേണ്ടത് ഗിരിയല്ലേ? ഗിരിയേട്ടൻ ചടങ്ങിന് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാ. ഇപ്പൊ എത്തും. നിങ്ങൾ വരൂ. വരും. നിനക്കൊന്നും തോന്നല്ലേ ഗൗരി? ഗിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒപ്പിക്കാത്തതാ. അവൻ എന്താ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. അതൊന്നും സാരമില്ല ബാനു, നമ്മൾ തമ്മിൽ എന്തിനാ ഇത്ര ഫോർമാലിറ്റീസ് ഒക്കെ? ഹലോ, ബാനു
അയ്യോ വാ നമസ്കാരം. ഇവരെയൊക്കെ മനസ്സിലായോ ബാനു? ആതിര സീരിയലിലെ ആ അവര് തന്നെ വിഷ്ണു നന്ദന. ആ മുകുന്ദ, നല്ല ചുള്ളനായിട്ടുണ്ടല്ലോ. അല്ല ഇയാളുടെ നായിക എന്തെങ്കിലും മാറി നിൽക്കുന്ന അങ്ങോട്ട് ചേർന്ന് നിൽക്ക്. ആ മോളെ ചെല്ലു മോളെ ചെല്ലു. ആണ്ടോ. നല്ല ചേർച്ചയല്ലേ? ശരിയാ. ആരാണെന്ന് പറയാമോ? മേഘന മോളല്ലേ? എന്നാലും ഗൗരിയമ്മ എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ. പിന്നെ കൈ തൊട്ടപ്പോ ഞാൻ ഉറപ്പിച്ചു മോള് കല്യാണത്തിന് വരുമെന്നല്ലേ പറഞ്ഞ? കല്യാണത്തിന്റെ അന്നേ എനിക്കൊരു ഷൂട്ടുണ്ട് ഗൗരി. ആണോ? അതുകൊണ്ട് ഞാൻ ഹൽദിക്ക് വരാമെന്ന് തീരുമാനിച്ചു. മോള് ഒറ്റയ്ക്കാ വന്നേ? അല്ല, ഒരാളും കൂടി ഉണ്ട്. ആ ഇങ്ങ് പോരെ. അയ്യോ, ഇതാരായി വന്നേ? ആ, വാ. അല്ല ഗൗരവമേ, പരിപാടിയൊക്കെ കലക്കിയല്ലോ. ആണോ? കല്യാണം ഇതിനേക്കാൾ ഗംഭീരമാക്കണം. അത് മതി. ദാ, ഇതാണ് എന്റെ കുടുംബം. വേണ്ട വേണ്ട വേണ്ട, ഇവരൊക്കെ ആരാണെന്ന് ഞാൻ ഊഹിച്ചു പറയാം. പറഞ്ഞു. മുകുന്ദൻ, മഹിമ, ഭാനുമതി അമ്മ, മഞ്ജു അല്ലേ? ഞാനേ നോബിൻ ചേട്ടന്റെ വലിയ ഫാനാ. പക്ഷേ ഞാൻ തന്റെ ഫാനല്ല. ഈ തൊള്ള എന്നെ കുറിച്ചുള്ള കുറ്റം എല്ലാരോടും പറഞ്ഞു കാണും. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എല്ലാവരും തിരിച്ചറിഞ്ഞ്? എല്ലാ സെറ്റിലും വന്നിരുന്ന ഗൗരിയമ്മയ്ക്ക് നിങ്ങളെ കുറിച്ച് സംസാരിക്കാനേ സമയമുള്ളൂ. നിങ്ങളെ കുറിച്ചുള്ള കഥകൾ കേട്ട് കേട്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ ഞങ്ങക്ക് തോന്നുന്നത്.